ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായ ഒന്നാണ് ഓക്സിജൻ. അതുപോലെ വീണ്ടും ജനന അനുഭവം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് പ്രാർത്ഥന. ഏതു നേരത്തും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ വചനം നമ്മോട് ലഭിച്ചിരിക്കുക. പ്രാർത്ഥന എന്നാൽ സ്വർഗത്തിലുള്ള പിതാവും ദൈവവുമായുള്ള നമ്മുടെ സംഭാഷണമാണ്, ദൈവവുമായുള്ള കൂട്ടായ്മയാണ്, ദൈവവുമായുള്ള ഗാഢമായ ബന്ധമാണ്, ഇന്റിമസിയാണ്. അങ്ങനെ ഒരു വ്യക്തി ദൈവവുമായുള്ള ഈ ആഴമേറിയ ബന്ധത്തിൽ പ്രാർത്ഥനയിൽ തുടരുമ്പോൾ അവൻ തന്റെ ആവശ്യങ്ങൾക്കു വേണ്ടി ദൈവത്തോട് ചോദിക്കാറുണ്ട്. അതിന് വേദപുസ്തകം നിവേദന പ്രാർത്ഥന എന്ന് പറയുന്നു. നിവേദന പ്രാർത്ഥന അഥവാ സപ്ലിക്കേഷൻ, പെറ്റീഷൻ. അപ്പോൾ തന്നെ അവൻ മറ്റു വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, മറ്റു വ്യക്തികളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അത് വേദപുസ്തകം ഇടിവിൽ നിൽക്കുന്ന പ്രാർത്ഥന, പക്ഷപാത പ്രാർത്ഥന, ഇന്റർസെഷൻ എന്ന് പറയുന്നു. അങ്ങനെ ദൈവവുമായുള്ള ബന്ധത്തിൽ തുടരുമ്പോൾ ദൈവം ചെയ്ത നന്മകളെ കുറിച്ച് ഓർത്ത് അവൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാറുണ്ട്. അതിന് സ്തോത്ര പ്രാർത്ഥന എന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ വ്യത്യസ്തമായ അർത്ഥങ്ങളും വെളിപ്പാടുകളും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തുടർന്ന് പ്രാർത്ഥനയെ കുറിച്ചുള്ള ഈ പഠന പരമ്പരയിലൂടെ പ്രാർത്ഥനയുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കി അധികം പ്രാർത്ഥിപ്പാൻ, അധികം ആത്മാവിൽ, ആത്മനിയോഗത്തിൽ, ആത്മനിറവിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെ ഏവരെയും ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യും. ഇമ്പോർട്ടൻസ് ഓഫ് ദ പ്രയർ, പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് അനേകമായ ക്ലാസ്സുകൾ എനിക്കെടുക്കാൻ പറ്റും. ഒരുപക്ഷെ വേണമെങ്കിൽ ഈ 2 ആഴ്ച ക്ലാസ്സുകളിൽ എല്ലാ ദിവസവും തന്നെ എല്ലാ സെഷനുകളും പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ നാം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠനം നമുക്ക് യാതൊരു തരത്തിലുമുള്ള സഹായം തരത്തില്ല. ഓക്കെ, പ്രാർത്ഥനയെക്കുറിച്ച് എനിക്ക് ഒരു വലിയ പുസ്തകം തന്നെ എഴുതാൻ പറ്റും. പക്ഷെ നാം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ പുസ്തകത്തിന് യാതൊരു പ്രയോജനവും ഇല്ല. പ്രാർത്ഥനയെക്കുറിച്ച് വലുതായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല. പക്ഷെ നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ക്ലാസിൻ്റെ ലക്ഷ്യം പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ഗഹനമായ പഠനമല്ല, പിന്നെന്താണ്? പ്രാർത്ഥിപ്പാനുള്ള ഒരു പ്രേരണ നിങ്ങളുടെ അകത്ത് തരാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രേരണ നിങ്ങളുടെ അകത്തുണ്ടാകണം. ഒരു പ്രാർത്ഥനയുടെ ആത്മാവിനെ ദൈവം നമ്മുടെ അകത്തേക്ക് പകരണം. അപ്പോൾ തന്നെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ വികലമായ സങ്കല്പങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകണം. മിക്ക വ്യക്തികൾക്കും പ്രാർത്ഥന എന്താണെന്ന് തന്നെ ശരിയായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് അല്പം ജ്ഞാനവും കൂടെ ഞാൻ പറയും, പ്രാർത്ഥന എന്താണെന്നുള്ളത് പറയും. അതിലുപരി നമ്മൾ ലക്ഷ്യം എന്തുവാ? പ്രാർത്ഥിക്കണം. സമയമെടുത്ത് ദൈവസന്നിധിയിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നാം ചിലവഴിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ക്ലാസ്. തുടക്കത്തിലൊരു വാക്യം നമുക്ക് വായിക്കാം. 1 തിമോഥെയോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം പ്രാരംഭ വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. തിമോഥെയോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം
പ്രാരംഭവാക്യങ്ങൾ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. നോക്കിയേ, പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അതിനകത്ത് പ്രധാനപ്പെട്ട 4 പദങ്ങളുണ്ട്. 2-ാം വാക്യത്തിൽ യാചന എന്ന് പറഞ്ഞാൽ സപ്ലിക്കേഷൻ ഓർ പെറ്റീഷൻ എന്ന് പറയും. യാചന എന്ന മലയാളം പദം അത്ര നല്ല തർജ്ജമയല്ല. നമ്മളാരും യാചകരൊന്നുമല്ല യാചിക്കാനായിട്ട്. കറക്റ്റ്. ആ പദം നമ്മൾ തിരുത്തി വായിക്കണം. എന്താണ്? ചോദിക്കുക അല്ലെങ്കിൽ നിവേദനം. അതാണ് കൃത്യമായ മലയാള പരിഭാഷ വരേണ്ടത്. മനസ്സിലായോ? യാചന എന്നത് എന്തല്ല, ശരിയായ മലയാളം പരിഭാഷയല്ല. അവിടെ എന്താ വേണ്ടത്? നിവേദനം എന്നാണ്. യാചകന്മാരാ യാചിക്കുന്നത്. നമ്മളാരല്ല, യാചകന്മാരൊന്നുമല്ല. നമ്മൾ സ്വർഗത്തിലെ പിതാവിൻ്റെ മക്കളാണ്, അല്ലേ? മക്കൾക്ക് അപ്പനോട് യാചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെന്ത് പറയുന്നു? യെസ്, ആവശ്യങ്ങളൊക്കെ അപ്പനോട് ചോദിക്കാം. പക്ഷെ അവിടെ എന്തില്ല? യാചനയില്ല. ഇങ്ങനെയുള്ള ശരിയായ പദങ്ങളൊക്കെ തർജ്ജമ ചെയ്യാഞ്ഞതിൻ്റെ കാരണം, ബൈബിൾ തർജ്ജമ ചെയ്തപ്പോൾ അന്ന് തർജ്ജമയിൽ ഏർപ്പെട്ട വ്യക്തികൾക്ക് അവർക്ക് പിതാവാം ദൈവവുമായി ശരിയായിരിക്കുന്ന ബന്ധമൊന്നുമില്ലായിരുന്നു. അവർക്ക് ദൈവത്തെ അറിയാം, ആരെ അറിയത്തില്ലായിരുന്നു? അവരപ്പനെ അറിയത്തില്ല, പിതാവാം ദൈവത്തെ അറിയത്തില്ല. അതുകൊണ്ട് അത് മാത്രമല്ല, അതിലുപരിയായി ഈ ബൈബിൾ തർജ്ജമയിൽ സഹായിച്ച ഒരു കൂട്ടം ഹിന്ദു സഹോദരന്മാരുണ്ടായിരുന്നു. അപ്പം അവരുടെ ചിന്തയിൽ ദൈവം യജമാനനും നമുക്ക് ആർക്കും അടുത്തുകൂടാൻ കഴിയാത്തവരും നമ്മളൊക്കെ ആ ദൈവത്തിന് ആരാ? ദാസന്മാരൊക്കെ ആയതുകൊണ്ട്, ആ ചിന്ത അവർക്കുള്ളതുകൊണ്ട് അവർ ആസ്ക്, സപ്ലിക്കേഷൻ, പെറ്റീഷൻ എന്ന പദം വന്നപ്പോൾ എന്ത് വെച്ചു? മലയാളത്തിൽ എന്തെഴുതി വെച്ചു? യാചന. സോ യാചനയല്ല. അങ്ങനെയുള്ള പദങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തിരുത്തി തന്നെ വായിക്കണം. അവിടെ നിവേദനം എന്നതാണ് ഏറ്റവും നല്ല പരിഭാഷ. ഓക്കെ. 2-ാമത്തെ പദം പ്രാർത്ഥനയാണ്. കണ്ടോ? 3-ാമത്തെ പദം പക്ഷവാദമാണ്. 4-ാമത്തെ പദം സ്തോത്രമാണ്. ഈ 4 പദങ്ങളെക്കുറിച്ച് ഞാൻ ലഘുവായി സംസാരിക്കാം. എന്തുവാ ഈ സപ്ലിക്കേഷൻ അഥവാ നിവേദനം എന്നതിനർത്ഥം? നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നതിനാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? നിവേദനം. നമ്മുടെ ഒരു ആവശ്യത്തിനു വേണ്ടി, അത് മാനസികമോ ഭൗതികമോ ശാരീരികമോ രോഗസൗഖ്യമോ എന്തുമാകാം, അതിനുവേണ്ടി ദൈവത്തോട് നാം കഴിക്കുന്ന അപേക്ഷയ്ക്കാണ് അവിടെ സപ്ലിക്കേഷൻ, പെറ്റീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. 2-ാമത്തെ പദം ഇൻ്റർസെഷൻ. അതിനർത്ഥം മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് കഴിക്കുന്ന അപേക്ഷകളാണ്. പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടി, ഓക്കെ, ഒരു കുടുംബത്തിൻ്റെ വിടുതലിനു വേണ്ടി, ഒരു സമൂഹത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ വിടുതലിനു വേണ്ടി, രക്ഷയ്ക്കു വേണ്ടി നാം ദൈവത്തിൻ്റെ മക്കളാകുന്നവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് എന്ത് ചെയ്യാണ്? പക്ഷവാദം ചെയ്യുകയാണ്. കറക്റ്റ്. ആ വാക്ക് തന്നെ ഉണ്ടോ?
പക്ഷവാദം, മലയാളത്തിൽ മനോഹരമായൊരു പദമാണത്. എന്താണ്? മറ്റൊരു വ്യക്തിയുടെ പക്ഷം പിടിച്ച് ആ വ്യക്തിക്ക് വേണ്ടി ദൈവമുമ്പാകെ വാദിക്കുകയാണ് പക്ഷവാദം. ആ വാക്ക് തന്നെ അതിൻ്റെ അർത്ഥത്തെ വ്യക്തമാക്കുകയാണ്. എന്നാൽ നാം ഉപയോഗിക്കുന്നത് മറ്റൊരു പദമാണ് മലയാളത്തിൽ. എന്താ അറിയാമോ? മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥന എന്ന പദം സത്യത്തിൽ അതിൻ്റെ അർത്ഥം നാം നോക്കിയാൽ ഇന്റർസെഷൻ എന്ന പദത്തിന് ഉപയോഗിക്കേണ്ട പദമല്ല. മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയല്ല, അതൊരു പ്രവൃത്തിയാണ്. ഓക്കെ, രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ രണ്ട് വ്യക്തികളുടെയും കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം പരിഹരിക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തി വരുന്നു, അല്ലേ? ആ വ്യക്തിയാണ് നമ്മൾ ആരെന്ന് വിളിക്കുന്നത്? മധ്യസ്ഥൻ. എൻ്റെ വാക്ക് കേട്ടോ? രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. ആ രണ്ടു പേരോടും കാര്യങ്ങൾ പറഞ്ഞ് സമാധാനപ്പെടുത്തി വിഷയങ്ങളെ പരിഹരിക്കാൻ പ്രാപ്തിയുള്ളവനാണ് ആര്? മധ്യസ്ഥൻ. ഓക്കെ, ഇനി ദൈവവും മനുഷ്യനുമായി പ്രശ്നമുണ്ടായി. അർത്ഥം, മനുഷ്യൻ ദൈവത്തോട് എന്ത് ചെയ്തു? പാപം ചെയ്ത് പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ശത്രുതയിലാക്കപ്പെട്ടു. ആ ശത്രുതയിൽ മനുഷ്യൻ ആക്കപ്പെട്ടപ്പോൾ, ദൈവവുമായി അകന്നുപോയപ്പോൾ, പാപത്താൽ ദൈവവും മനുഷ്യനും ഇടയിലുണ്ടായ രണ്ട് വ്യക്തികൾക്കും ഉണ്ടായ പ്രശ്നത്തെ പരിഹരിച്ച് മനുഷ്യനെയും ദൈവത്തെയും രമ്യതപ്പെടുത്താൻ വന്നതാണ് യേശു. യേശുവാണ് ഏക മധ്യസ്ഥൻ. അപ്പം നാം ചെയ്യുന്ന പ്രാർത്ഥന എന്തല്ല? മധ്യസ്ഥ പ്രാർത്ഥന അല്ല. എന്താ കാരണം? നമുക്ക് ദൈവത്തിന്റെ വിഷയം പരിഹരിക്കാനൊന്നുമില്ല. ഓക്കെ, നാം മധ്യസ്ഥതല്ല ചെയ്യുന്നത്. പിന്നെന്താണ്? മറ്റൊരു വ്യക്തിയുടെ പക്ഷം പിടിച്ച് നാം ദൈവത്തോട് എന്ത് ചെയ്യുക? വാദിക്കുക അത്രേ ചെയ്യുന്നത്. അതെന്തല്ല? മധ്യസ്ഥത അല്ല. പാരമ്പര്യമായി നാം പറഞ്ഞു വരുന്ന ഒരു പദമാണ് മധ്യസ്ഥ പ്രാർത്ഥന. അത് അർത്ഥം നോക്കിയാൽ ശരിയായ ഒരു പ്രയോഗത്തിലല്ല നാം അത് മിക്കപ്പോഴും ഉപയോഗിക്കുന്നത്. മലയാളം ബൈബിളിൽ കൃത്യമായ തർജ്ജമയുണ്ട്. എന്താണ്? പക്ഷവാദം. വേദപുസ്തകം പഠിച്ചാൽ അനേക സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മുമ്പാകെ വന്ന് മറ്റു കുടുംബക്കാർക്ക് വേണ്ടിയും മറ്റു വ്യക്തികൾക്ക് വേണ്ടിയും ജാതികൾക്ക് വേണ്ടിയും പട്ടണങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ദൈവത്തോട് എന്തു ചെയ്യുന്നു? പക്ഷവാദം ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ആദ്യത്തെ പദം പറഞ്ഞു. എന്താണ്? നിവേദന പ്രാർത്ഥന, സപ്ലിക്കേഷൻ. എന്താ അർത്ഥം? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് കഴിക്കുന്ന അപേക്ഷകൾക്കാണ്. രണ്ടാമത് പക്ഷവാദമാണ്. എന്താണ്? മറ്റൊരു വ്യക്തിക്ക് വേണ്ടി, പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ രക്ഷയ്ക്കു വേണ്ടി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് പക്ഷം പിടിച്ചു വാദിക്കുക. അതിന് മറ്റൊരു പദം ബൈബിളിലുണ്ട്, ഇടിവിൽ നിൽക്കുക. ദൈവത്തിനും ഒരു വ്യക്തിക്കും ഇടയിൽ നാം വന്നിട്ട് ആ വ്യക്തിക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക. ഈ പദവും മലയാളം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ പദം അവിടെ സ്തോത്രമാണ്. കണ്ടോ? 2-ാം അധ്യായത്തിൽ സ്തോത്രം. എന്തുവാ സ്തോത്രം? നമ്മൾ നിരന്തരം പറയുന്ന പദമാണ് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്തുവാ ഈ സ്തോത്രം എന്ന പദത്തിൻ്റെ അർത്ഥം? താങ്ക്സ്, നന്ദി എന്നാണ്. മലയാളം ബൈബിളിൽ നമ്മൾ ചേർത്ത പദം എന്തുവാ? സ്തോത്രമെന്ന. സ്തോത്രം എന്ന പദത്തിനർത്ഥം നന്ദി, നന്ദി പ്രകാശനമാണ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വിലപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാകുക? കൃതജ്ഞത ഉണ്ടാകുക, നന്ദി ഉണ്ടാകുക. ആ ഉള്ളിൽ ആ കൃതജ്ഞത ഉണ്ടായിട്ട് ആ നാം പ്രകാശിപ്പിക്കുന്ന
നന്ദിയുടെ പ്രകടനമാണ് എന്ത്? സ്തോത്രം എന്ന് പറഞ്ഞാൽ. ദൈവം ഇന്നലെ നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെക്കുറിച്ച് ഓർക്കുമ്പോൾ, നമ്മെ അനുഗ്രഹിച്ചത് ഓർക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ പാപം മോചിച്ചത്, നമ്മെ നിത്യമായ ശിക്ഷയിൽ നിന്നും രക്ഷിച്ചത്, ആമേൻ, നമ്മളെ നീതീകരിച്ചത്, ദൈവം തൻ്റെ നീതി നമുക്ക് ദാനമായി നൽകിയത്, നമ്മുടെ പാപി എന്ന പേരിനെ മാറ്റി ദൈവം നമ്മെ നീതിമാനാക്കിയത്, ഓക്കെ, അവൻ നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കിയത്, ക്രിസ്തുവിലാക്കി വെച്ചത്, അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് തന്നത്, ഇങ്ങനെയുള്ള ഓരോ ആത്മീയ അനുഭവങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് ഓർക്കുമ്പോൾ നമ്മുടെ അകത്ത് എന്തുണ്ടാകുക? കൃതജ്ഞത വരികയാണ്. ദൈവം നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ നൽകിയില്ലായിരുന്നെങ്കിൽ നാം എല്ലാവരും ദൈവക്രോധത്തിൽ അകപ്പെട്ട് നിത്യമരണത്തിൽ അഥവാ നിത്യ നരകത്തിന് യോഗ്യരായേന്. എത്ര വലിയ ദൈവത്തിൻ്റെ സ്നേഹമാ നമ്മെ അവൻ രക്ഷിച്ചത്. ഇങ്ങനെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകൾ, ഇനി നമുക്ക് തരാൻ പോകുന്ന നിത്യരാജ്യം ഓർക്കുമ്പോൾ, ആ പുതിയ ജെറുസലേമിനെ കുറിച്ച് ഓർക്കുമ്പോൾ, അവൻ നമുക്കൊരു നഗരം ഒരുക്കിയിരിക്കുന്നു, നിലനിൽക്കുന്ന ഒരു രാജ്യം ഒരുക്കിയിരിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ കൂടെ താമസിപ്പാൻ അവൻ നമ്മെ എന്താണ്? തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിലുപരി അവൻ്റെ തേജസ്, അവനെ തന്നെ നമുക്ക് തരുവാൻ അവനെന്താണ്? പ്രസാദിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ആത്മീയമായ അനുഭവങ്ങൾ ദൈവം നമുക്ക് തന്നതും നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി നിത്യതയിൽ പ്രാപിക്കാൻ പോകുന്ന ദൈവകൃപയുടെ അത്യന്ത ധനത്തെക്കുറിച്ച് നാം ഗ്രഹിക്കുമ്പോൾ, ഓർക്കുമ്പോൾ നമ്മുടെ അകത്ത് എന്തുണ്ടാകുക? നന്ദി നിറഞ്ഞ് നാം പറയുന്ന പദങ്ങൾക്കാണെന്ത്? സ്തോത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം 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 എന്ന് പറഞ്ഞാൽ സ്തോത്രമാകത്തില്ല. നമുക്കങ്ങനെ ധാരണയുണ്ട്. സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പീൻ എന്നൊരു വചനമുള്ളത് കൊണ്ട് നമ്മുടെ ധാരണ സ്തോത്രം 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 എന്നങ്ങ് പറഞ്ഞാൽ മതിയെന്ന. നോ നോ നോ. അവൻ നമുക്ക് ചെയ്ത ഒരു ഉപകാരം ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാകുക? കൃതജ്ഞത വരിക, സന്തോഷം വരിക, നന്ദി പ്രകാശിപ്പിക്കുക. അതിന് നാം ഉച്ചരിക്കുന്ന പദങ്ങളാണ് എന്ത് പറഞ്ഞ്? സ്തോത്രം. അതേത് പദങ്ങളാണെങ്കിലും അതിനർത്ഥം എന്തുവാ? നന്ദി എന്നാണ്. മാത്രമല്ല, ഇനി ദൈവം ചെയ്യാൻ പോകുന്ന നന്മകളെക്കുറിച്ച് ഓർക്കുമ്പോഴും എന്ത് ചെയ്യാണ്? നന്ദി പ്രകാശിപ്പിക്കുക. ഞാൻ പറഞ്ഞത് ആത്മീയം മാത്രമല്ല, ഭൗതികമാണെങ്കിൽ വചനം പറയുന്നു, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും എന്ത് ചെയ്യണ്ട? വിചാരപ്പെടേണ്ട. ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടേണ്ട. എന്ത് ചെയ്യണം? സകലവും സ്തോത്രത്തോടു കൂടെ എന്ത് ചെയ്യണം? ദൈവത്തോട് അറിയിച്ചാൽ മതി. കണ്ടോ, ഇന്നലെ ലഭിച്ച നന്മകളെക്കുറിച്ച്, ആത്മീകവും ഭൗതികമായ നന്മകളെക്കുറിച്ച് ഓർക്കുമ്പോൾ നാം എന്ത് ചെയ്യാണ്? അവന് സ്തോത്രം ചെയ്യുന്നു. ഇനി നാളെ ലഭിക്കാൻ പോകുന്ന, ഞാൻ ഇന്ന് അവനോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിലും എന്തു പറയുകയാണ്? സ്തോത്രം പറയുകയാണ്. സ്തോത്രത്തോടുകൂടി അറിയിക്കുക. എന്താർത്ഥം? ലഭിച്ചില്ല, ലഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ ലഭിക്കാൻ പോകുന്ന വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അത് അപേക്ഷിക്കുമ്പോൾ, നിവേദനം കഴിക്കുമ്പോൾ സ്തോത്രത്തോടുകൂടി എന്ത് ചെയ്യാണ്? അത് ചെയ്യുക. എന്താർത്ഥം? അത് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയാണ്. അർത്ഥം മനസ്സിലായോ? ഒരു കാര്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നന്ദി പറയാൻ എളുപ്പമാണ്. പക്ഷെ ലഭിച്ചില്ല, ദൈവത്തോട് പറയുമ്പോൾ തന്നെ നാം എന്ത് ചെയ്യാണ്? അഡ്വാൻസായിട്ട് എന്ത് പറയുക? കർത്താവേ, അത് തന്നതിനായിട്ട് എന്താ? സ്തോത്രം എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാകണം? വിശ്വാസം. അപ്പൊ സ്തോത്രത്തോടുകൂടി നമ്മുടെ നിവേദനങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ അതിനർത്ഥം എന്താ? നമ്മുടെ അകത്ത് ഒരു വിശ്വാസമുണ്ട്. അത് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഓക്കെ, ഞാൻ 3 വാക്കുകൾ പറഞ്ഞു. നിവേദന പ്രാർത്ഥന, സപ്ലിക്കേഷൻ ഓർ പെറ്റീഷൻ. 2 എന്താണ്? പക്ഷവാദം അല്ലെങ്കിൽ ഇടിവ് നിൽക്കുക, ഇന്റർസെഷൻ.
അർത്ഥം മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ദൈവത്തോട് ഇടിവിൽ നിൽക്കുക, പ്രത്യേകിച്ച് അവരുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി. 3 എന്താണ്? താങ്ക്സ് ഗിവിങ്, സ്തോത്രം, ദൈവത്തിന് നന്ദി പറയുക. ഓക്കെ, ഇനി 4-ാമത്തെ പദമാണ് പ്രയർ, പ്രാർത്ഥന. കണ്ടോ അവിടെ പ്രാർത്ഥന. എന്തുവാ പ്രാർത്ഥനയുടെ അർത്ഥം? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നിവേദനം നാം പ്രാർത്ഥന എന്ന് പറയുന്നെങ്കിലും നിവേദനം അതിൽ തന്നെ എന്തല്ല? പ്രാർത്ഥന അല്ല. നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നത് പ്രാർത്ഥനയ്ക്കകത്ത് ഉൾപ്പെടുമെങ്കിലും തത്വത്തിൽ എന്തല്ല? അത് പ്രാർത്ഥനയല്ല. എന്നാൽ പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ട്? നിവേദനം ഉണ്ട്, ആവശ്യങ്ങളുണ്ട്, ആവശ്യങ്ങൾ ചോദിക്കാം. അപ്പം നമ്മുടെ പൊതുവെയുള്ള ധാരണ എന്തുവാ? നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നതാണ് പ്രാർത്ഥന എന്നാ. അങ്ങനല്ലേ? നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റ് എല്ലാം എഴുതി വെച്ച് അല്ലേ? മിക്ക ആൾക്കാരുടെയും ബൈബിളിൻ്റെ പുറകിൽ ഒരു പേജ് കാണും, ഒന്നല്ല പല പേപ്പറുകൾ കാണും. ചിലർക്ക് സ്വന്തമായിട്ട് ഡയറി തന്നെ കാണും. എന്തുവാ? ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുക, മറന്നു പോകാതിരിക്കാൻ വേണ്ടി. നല്ലതാണ്, തെറ്റല്ല. പക്ഷേ അതെന്തല്ല? പ്രാർത്ഥന അല്ല. പക്ഷെ ആ നിവേദനം എവിടെയുണ്ട്? പ്രാർത്ഥനയ്ക്കകത്ത് ഉണ്ട്. പക്ഷവാദം പ്രാർത്ഥനയല്ല. എന്നാൽ പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ട്? പക്ഷവാദമുണ്ട്, മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയുള്ള അപേക്ഷയുണ്ട്. സ്തോത്രം എന്തല്ല? പ്രാർത്ഥനയല്ല. പക്ഷെ പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ട്? സ്തോത്രമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രാർത്ഥന എന്തുവാ? എന്റെ ചോദ്യം മനസ്സിലായോ? പ്രാർത്ഥന, പ്രയർ എന്നതിനർത്ഥം എന്തുവാ? ഞാൻ പറഞ്ഞു, ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് നിവേദനം എന്ന പദമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ചോദിക്കുന്നതിന് പക്ഷവാദമെന്ന. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന എന്ന വാക്കിനർത്ഥം എന്താണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദ കമ്മ്യൂണിയൻ വിത്ത് ഗാഡ്, ദ ഫെലോഷിപ്പ് വിത്ത് ഗാഡ്. ദൈവവുമായിരിക്കുന്ന എന്താണ്? കൂട്ടായ്മയാണ്. മറ്റു പദത്തിൽ പറഞ്ഞാൽ ദൈവവുമായിരിക്കുന്ന സംഭാഷണമാണ്. ടോക്കിംഗ് വിത്ത് ഗാഡ്, ദൈവത്തോടുള്ള സംഭാഷണമാണ്. ആ ദൈവവുമായുള്ള അടുപ്പമാണ്, ഇൻറ്റിമസിയാണ്, ഫെലോഷിപ്പാണ്. എല്ലാ പദങ്ങളും ഒരുമിച്ച് ചേർത്ത് നമ്മൾ പറയാൻ പറ്റും. പ്രാർത്ഥന ദൈവവുമായുള്ള ബന്ധമാണ്, കൂട്ടായ്മയാണ്, സംഭാഷണമാണ്. അതുപോലെ തന്നെ നാം ദൈവത്തിൽ നിന്നും എന്താണ്? കേൾക്കുന്നതാണ്. അല്ലേ? സംഭാഷണത്തിൽ അങ്ങനെ ഇല്ലേ? ഒരാൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാലോ സംഭാഷണമാകത്തില്ല, അല്ലേ? മറ്റു വ്യക്തിയിൽ നിന്ന് നാം കേൾക്കുകയും കൂടെ വേണം. പ്രാർത്ഥന അതാണ്, ദൈവത്തോടുള്ള നമ്മുടെ സംഭാഷണവും ദൈവത്തിൽ നിന്ന് എന്താണ്? നാം കേൾക്കുന്നതാണ് പ്രാർത്ഥന. ആ ദൈവവുമായ നമ്മുടെ ഇൻറ്റിമസിയാണ്. അങ്ങനെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിലായിരിക്കുമ്പോൾ, ആ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ, നമ്മുടെ ഒരാവശ്യം, ഒരു ഭൗതിക ആവശ്യം നമ്മുടെ മനസ്സിൽ വന്നു, നാം എന്ത് ചെയ്തു? ആ ദൈവത്തോട് പറഞ്ഞു. നാം ഒരിക്കലും ഒരു നിവേദനത്തിന് വേണ്ടി, ഒരാവശ്യത്തിനു വേണ്ടി, അത് ചോദിക്കാൻ വേണ്ടിയല്ല എവിടെ വരുന്നത്? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നത്. പിന്നെയോ ദൈവവുമായുള്ള സംസർഗത്തിനാണ്, കൂട്ടായ്മയ്ക്കാണ്, സംഭാഷണത്തിനാണ്. അത് നിരന്തരമായി നിലനിൽക്കുന്ന ഒരു ബന്ധമാണ്. ദൈവവുമായുള്ള ഈ ബന്ധം നിരന്തരമായി നിലനിൽക്കുന്നതാണ്. എന്താ അർത്ഥം? ഇപ്പോൾ ദൈവം അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ എവിടെ വസിക്കുന്നു? നമ്മുടെ അകത്ത് വസിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ വീണ്ടും ജനിച്ച ആത്മാവിൽ പരിശുദ്ധാത്മാവം ദൈവം എന്ത് ചെയ്യുന്നു? അധിവസിക്കുന്നു. ആ അകത്ത് വസിക്കുന്ന ആത്മാവുമായി ഇടമുറിയാതെ തുടർച്ചയായി നമുക്ക് എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്.
നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ധാരണ നമ്മൾ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ചിന്തയാണ്. യെസ്, അതങ്ങനെ തന്നെയാണ്. പക്ഷെ അതിലുപരി എന്തുണ്ട്? ഈ സ്വർഗത്തിലെ ദൈവം അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ എവിടെയുണ്ട്? നമ്മുടെ ആത്മാവിലുണ്ട്. ആ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് തുടർമാനമായ എന്തുണ്ട്? ഒരു ഫെലോഷിപ്പുണ്ട്. അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നതിൻ്റെ അർത്ഥം. നമ്മുടെ അകത്ത് നമ്മെ എല്ലായ്പ്പോഴും നടത്താൻ, നമ്മോട് സംസാരിപ്പാൻ, കൂട്ടായ്മ ആചരിക്കാൻ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ദൈവത്തോട് തുടർമാനമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ തന്നെ ആ പരിശുദ്ധാത്മാവിനാൽ സ്വർഗത്തിൽ വസിക്കുന്ന പിതാവാം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ്? അധികം ഉറപ്പിക്കുകയാണ്. ഈ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവുമായി നാം കൂട്ടായ്മയിലായിരിക്കുമ്പോൾ, ബന്ധത്തിലായിരിക്കുമ്പോൾ, ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പിതാവാം ദൈവവുമായിട്ട് നമുക്ക് എന്താണ്? നേരിട്ട് അടുപ്പത്തിലുള്ള ആഴത്തിലുള്ള ബന്ധം ഉണ്ടാകുകയാണ്. അതാണ് പ്രാർത്ഥനയുടെ ഒരു അർത്ഥം. എപ്പോഴും അവിടെ സംഭാഷണം വേണമെന്നില്ല. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും സംഭാഷിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. അത് ബന്ധമാണ്, അടുപ്പമാണ്, ഹൃദയം പകരുന്ന അനുഭവങ്ങളാണ്. ഓക്കെ, ഇങ്ങനെ ദൈവവുമായുള്ള ബന്ധത്തിൽ ഇരിക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, മറ്റൊരു ദേശത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവാത്മ നമ്മൾ എന്ത് ചെയ്യും? പ്രേരിപ്പിക്കുമ്പോൾ നാം എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷം പിടിച്ചു വാദിക്കും. അപ്പോൾ നാം ദൈവസന്നിധി വരുന്നത് നിവേദന പ്രാർത്ഥനയ്ക്കോ പക്ഷപാതത്തിനോ ഒന്നും വേണ്ടിയല്ല. പിന്നെന്താണ്? ദൈവവുമായുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയിൽ ആയിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ വെളിച്ചം നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഏത് നേരത്തും പരിശുദ്ധാത്മാവിൽ തുടർമാനമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാനാണ്. പലരും ചോദിക്കും, അങ്ങനെ ഏത് നേരത്തും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റും. അവരങ്ങനെ ഏത് നേരത്തും പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അർത്ഥം എന്താണ്? എടാ, ഇത്ര നേരം എന്നാ പ്രാർത്ഥിക്കാനാ? ഇത്രമാത്രം എന്നാ ചോദിക്കാനാ? നിങ്ങൾക്കൊരു 100 അല്ലെങ്കിൽ ഒരു 1000 ആവശ്യമുണ്ടെങ്കിലും 1000 വിഷയങ്ങളുണ്ടെങ്കിലും 1 മണിക്കൂറോ 1.5 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം ചെയ്യും, പറഞ്ഞങ്ങ് തീരും. പക്ഷെ പുസ്തകം പറയുന്നത് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിപ്പാനാ. അപ്പൊ ഏത് നേരത്തും ഇത്രമാത്രം തന്നെ പ്രാർത്ഥിക്കാൻ. ഇത് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് എന്താണ്? ദൈവവുമായിരിക്കുന്ന കൂട്ടായ്മയിൽ ആത്മാവിലുള്ള ബന്ധത്തിൽ തുടരുന്ന കാര്യമാണ്. അത് ഏത് സമയത്തും പ്രാർത്ഥിക്കേണ്ടതാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞുകൊള്ളാം. നമ്മൾ 4 പദങ്ങൾ കണ്ടു. എന്തായിരുന്നു? നിവേദനം. അർത്ഥമെന്താ? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് കഴിക്കുന്ന അപേക്ഷകളാണ്. പക്ഷപാതം, ഇൻ്റർസെഷൻ, മറ്റൊരു വ്യക്തിയുടെ, പ്രത്യേകിച്ച് അവരുടെ രക്ഷയ്ക്കു വേണ്ടി ദൈവത്തോട് നാം അവരുടെ പക്ഷം പിടിച്ച് വാദിക്കുന്നതാണ് പക്ഷപാത പ്രാർത്ഥന, ഇടിവ് നിൽക്കുന്ന പ്രാർത്ഥന. സ്തോത്രം എന്താണ്? ദൈവം നമുക്ക് ഇന്നലെ വരെ ചെയ്ത നന്മകൾ ഓർക്കുകയും നാളെ നാം ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയും നന്ദിയോടെ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നതിനാണ് എന്ത്? സ്തോത്ര പ്രാർത്ഥന. പ്രാർത്ഥന അർത്ഥം എന്താണ്? ദൈവവുമായുള്ള ബന്ധം, കൂട്ടായ്മ, സംസർഗം, സംഭാഷണം, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, അത് നമ്മുടെ അകത്ത് വന്ന പരിശുദ്ധാത്മാവിനാൽ നാം ആ ആത്മാവിൽ നടക്കുന്ന കാര്യമാണ്. അങ്ങനെ അകത്തുള്ള ദൈവാത്മാവിൻ്റെ നടത്തിപ്പിൽ നടക്കുന്നവർക്ക് ഏത് നേരത്തും ആത്മാവിൽ എന്തുണ്ട്? പ്രാർത്ഥനയുണ്ട്. ദൈവവുമായിട്ട് എന്തുണ്ട്? ബന്ധമുണ്ട്. ആത്മാവിൽ നടക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അധികമായി പഠിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ മുന്നേറ്റം വേണമോ, വളർച്ച വേണമോ, ആത്മാവിൽ നടക്കുവാൻ നിങ്ങൾ അഭ്യസിക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവന് മാത്രമേ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും നമുക്ക് അധികം ഒന്നും പ്രാർത്ഥിപ്പാനായിട്ട്
പറ്റത്തില്ല. ആത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ, ആത്മാവിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഓക്കെ, കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൽ നിങ്ങളൊരു ഭാഗം ഞാൻ വേഗത്തിൽ കാണിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 14-ാം വാക്യം. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അബലമായിരിക്കുന്നു. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. നോക്കി നിങ്ങൾ, വാക്യം 14 പറയുന്നു, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവെന്നല്ല പറഞ്ഞിരിക്കുന്നത്, പിന്നെ എൻ്റെ ആത്മാവ്, മൈ സ്പിരിറ്റ് പ്രേസ് എന്ന, എൻ്റെ ആത്മാവ്. അവിടെ എൻ്റെ ആത്മാവ് ആരാണ്? വീണ്ടും ജനിച്ച മനുഷ്യൻ്റെ ആത്മാവാണ്. വീണ്ടും ജനിച്ച ഒരു വ്യക്തിയിൽ മനുഷ്യൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലാകുമോ? പരിശുദ്ധാത്മാവും മനുഷ്യൻ്റെ ആത്മാവും രണ്ടും എന്താണ്? രണ്ട് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ വീണ്ടും ജനിച്ച വ്യക്തിയിൽ പരിശുദ്ധാത്മാവും മനുഷ്യൻ്റെ ആത്മാവും ചേർന്ന് ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യ ആത്മാവിലാണ്, വീണ്ടും ജനിച്ച മനുഷ്യ ആത്മാവിലാണ് പരിശുദ്ധാത്മാവ് താമസിക്കുന്നത്. അതാണ് ആത്മാവിൻ്റെ അധിവാസം, ഇൻഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റ് എന്നൊക്കെ പുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ എൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു എന്നർത്ഥം. പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. വചനം വേറെയുണ്ട്, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ എൻ്റെ ആത്മാവിൽ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. വ്യക്തമല്ലേ? അപ്പോൾ അന്യഭാഷയിലുള്ള പ്രാർത്ഥന അത് ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. എന്തുകൊണ്ട് നാം സമയമെടുത്ത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നമ്മെ തന്നെ അഭ്യസിപ്പിക്കുന്നത്? നാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് സ്വതന്ത്രമാകുകയാണ്. അത് ആത്മാവിൻ്റെ ഭാഷയാണ്. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം അവിടെ വ്യക്തമാണ്. അന്യഭാഷയിൽ എന്താണ്? പ്രാർത്ഥിക്കുക എന്നതാണ്. ഇനി അവിടെ പറയുന്നു, എൻ്റെ ബുദ്ധിയോ അബലമായിരിക്കുന്നു. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എൻ്റെ ബുദ്ധിയുടെ സഹായം എനിക്ക് ആവശ്യമില്ലെന്നർത്ഥം. ബുദ്ധി അബലമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബുദ്ധി അടഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ലെന്നോ അർത്ഥമല്ല. പിന്നെന്താണ്? ആത്മാവിലെ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ആരുടെ ആവശ്യമില്ല? ബുദ്ധിയുടെ, എൻ്റെ മനസ്സിൻ്റെ ആവശ്യമില്ലെന്നർത്ഥം. പല ആത്മീയ കൂട്ടങ്ങളിലും ഇത്തരം വാക്യങ്ങളൊക്കെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആത്മസാന്നിധ്യം എന്ന് പറയുന്ന അനുഭവം, ജനങ്ങൾ താഴെ വീഴുന്ന അനുഭവമൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ അവരൊന്ന് പരിശോധിച്ചാൽ മിക്കവരുടെയും ബുദ്ധി ഔട്ടായിരിക്കും, ഓഫായിരിക്കും. ആത്മാവ് വരുമ്പോൾ ബുദ്ധി എന്താകത്തില്ല? മറഞ്ഞു പോകത്തില്ല. അങ്ങനെ ബുദ്ധി മറഞ്ഞു പോകുന്നെങ്കിൽ അതേത് ആത്മാവല്ല? പരിശുദ്ധാത്മാവ് അല്ല. പരിശുദ്ധാത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാണ്. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ ബുദ്ധി എന്തായിരിക്കും? ശരിയായ രീതിയിൽ പ്രവർത്തിക്കും. അവൻ അബോധാവസ്ഥയിലാകത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു വരിക, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ എത്ര ശക്തമായി വന്നാലും നിങ്ങൾക്ക് എന്തുണ്ടാകത്തില്ല?
അബോധാവസ്ഥ ഉണ്ടാകത്തില്ല. ഇവിടെ ബുദ്ധി അബലമാണെന്ന് പറഞ്ഞാൽ ബുദ്ധി അങ്ങ് മറഞ്ഞു പോയെന്നർത്ഥമില്ല. ഓക്കെ. ഈയിടെ ഒരു ദേവാസൻ ആ സഭയിൽ വരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു, ഇവരെല്ലാവരുടെയും ബുദ്ധി അബലമായി പോകാൻ. അങ്ങനെ കുഞ്ഞുങ്ങളുടെ എല്ലാം ബുദ്ധി കെട്ടപ്പെട്ടു പോയി. കരുതാ, വചനത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന കൊണ്ടാ. നമുക്ക് ബുദ്ധി ദൈവം തന്നതല്ലേ? ദൈവം നമുക്ക് ബുദ്ധി അധികം തരുകയാണോ അതോ ബുദ്ധി കുറയ്ക്കുകയാണോ ചെയ്യുന്നത്? ദൈവം നമുക്ക് ജ്ഞാനം തരികയല്ലേ, വിവേകം തരികയല്ലേ, സൂക്ഷ്മ ബുദ്ധി തരികയല്ലേ, പരിജ്ഞാനം തരികയല്ലേ. ഒരിക്കലും ദൈവത്തിന്റെ അടുക്ക് വരുമ്പോൾ ദൈവം നമ്മുടെ ജ്ഞാനം കുറയ്ക്കുന്നില്ല. ജ്ഞാനം എന്ത് ചെയ്യാണ്? വർദ്ധിപ്പിക്കുകയാണ്. നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ഭത്സിക്കാതെ എന്താണ് ജ്ഞാനം കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ എന്നാണ്. ദൈവം എന്ത് ചെയ്യും? അധികമായ ജ്ഞാനം കൊടുക്കുമെന്നാണ്. അപ്പൊ ജ്ഞാനം ദൈവം തരുന്നതാണ്, ബുദ്ധി ദൈവം തരുന്നതാണ്. പരിശുദ്ധാത്മാവ് വ്യക്തി പ്രവർത്തിക്കുമ്പോൾ ബുദ്ധി കൂടുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. പഠിക്കാനായിട്ട് ഒരു ബുദ്ധിയില്ലായിരുന്ന കുഞ്ഞുങ്ങൾ കർത്താവിനെ സ്വീകരിച്ച് ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? അവരുടെ ബുദ്ധി അങ്ങ് വികസിച്ചു. അപ്പൊ ഒരിക്കലും പരിശുദ്ധാത്മാവിടെ ബുദ്ധി എന്ത് ചെയ്യുന്നില്ല? മറയ്ക്കുന്നില്ല, അതിനെ കെടുക്കുന്നില്ല, ബുദ്ധി മറഞ്ഞു പോകുന്നില്ല. പിന്നെ ഇവിടെ എന്താ അർത്ഥം? അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ബുദ്ധി അബലമായിരിക്കുന്നു. എന്താ അർത്ഥം? എൻ്റെ ബുദ്ധിയുടെ അഥവാ എൻ്റെ ചിന്തയുടെ ആവശ്യമില്ല എനിക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ. ആ സമയത്ത് എൻ്റെ ബുദ്ധിയുടെ പ്രയോജനം എനിക്കില്ല. ഇനി അടുത്ത വാക്യം നോക്കുമ്പോൾ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അടുത്ത വാക്യം, ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. ഞാൻ പറഞ്ഞു വരാം. എന്തുവാ ബുദ്ധി കൊണ്ട് പാടുക എന്ന് പറഞ്ഞാൽ? ഇപ്പം ബുദ്ധി കൊണ്ട് പാട്ടുണ്ടല്ലോ, അത് തെറ്റല്ലല്ലോ. പൗലൂസും പാടിയിട്ടുണ്ടല്ലോ. യെസ്. എന്തുവാ ബുദ്ധി കൊണ്ട് പാടുക പറഞ്ഞാൽ? നമ്മൾ രാവിലത്തെ നമ്മുടെ സ്തോത്രത്തിലും സ്തുതിയിലുമായിരുന്നപ്പോൾ നാം പാട്ടുപാടി, യേശു യേശു അവനാരിലും വലിയവൻ. ആ പാട്ട് ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും ബുദ്ധിയിലില്ലേ? ഉണ്ടോ? യെസ്. അതിൻ്റെ ട്യൂൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിലെ വാക്കുകൾ എല്ലാവരുടെ അകത്തുണ്ട്. നമ്മൾ പാടിയപ്പോൾ ആ പാട്ട് എവിടെയുണ്ട്? എല്ലാവരുടെയും ബുദ്ധിയിലില്ലേ? ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു പുസ്തകം അങ്ങോട്ട് പാട്ടുപുസ്തകം തുറന്നു വെച്ചാൽ എന്തുണ്ട്? നമുക്കത് നോക്കി പാടാം. എങ്ങനെ പാടുന്നത്? ബുദ്ധി കൊണ്ടാ പാടുന്നത്. പക്ഷെ ആരുടെ സഹായത്താൽ? പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ബുദ്ധിയിലുള്ള ഒരു പാട്ടാ പാടുന്നത്. അതാണ് ഞാൻ ബുദ്ധി കൊണ്ട് പാടും എന്നതിൻ്റെ അർത്ഥം. എനിക്ക് പാട്ടിൻ്റെ ട്യൂൺ അറിയാം, അതിൻ്റെ ലിറിക്സ് എനിക്കറിയാം, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് വായിച്ചെന്ത് ചെയ്യാം? പാടാം. അല്ലെങ്കിൽ ട്യൂൺ മറ്റൊരു വ്യക്തി പാടുന്നത് കേട്ടെനിക്ക് എന്ത് ചെയ്യാം? പാടാം. പക്ഷെ എങ്ങനെ പാടുന്നത്? ആത്മാവിൻ്റെ നിറവില ഞാൻ പാടുന്നത്. അതാണ് ബുദ്ധി കൊണ്ടുള്ള പാട്ട്. ഞാൻ ആത്മാവ് കൊണ്ട് പാടും. എന്തുവാ ആത്മാവ് കൊണ്ട് പാടുക എന്ന് പറഞ്ഞാൽ? വ്യക്തമാക്കാം. നേരത്തെ ആ പാട്ട് ആരും എഴുതിയിട്ടില്ല. ഓക്കെ. അതിന് ഒരു വാക്കുകൾ ആരും എഴുതിയിട്ടില്ല, പദങ്ങൾ എഴുതിയിട്ടില്ല, ട്യൂണൊന്നും അതിന് കൊടുത്തിട്ടില്ല. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്ത് ആത്മനിറവുണ്ടായിട്ട് ആത്മാവിൽ നിന്നും എന്താണ്? ട്യൂൺ വരാൻ തുടങ്ങി. ഞാൻ അന്യഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്, പാടിക്കൊണ്ടിരിക്കുന്നത്. അതിന് എൻ്റെ സ്വന്തം ഭാഷയിൽ ഇതുവരെ വാക്കുകളൊന്നും വന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഈ ട്യൂണിൽ അന്യഭാഷ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തും കൂടെ വന്നു തുടങ്ങി? വാക്കുകൾ വന്നു തുടങ്ങി. അത് ക്രമേണ എന്തായി തീർന്നു? ഒരു മനോഹരമായ പാട്ടായി തീർന്നു. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും അനേക സ്ഥലങ്ങളിൽ പാടുന്ന ചില പാട്ടുകൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജേഷ് എഴുതിയ പാട്ടുകളാണ്.
ആ പാട്ടുകൾ മിക്കതും ഇവിടെ നടന്ന സ്കൂളിൽ അങ്ങനെ ദീർഘസമയം ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്തപ്പോൾ അന്നേരം വന്ന പാട്ടുകളാണ്. ട്യൂൺ വന്നു, എന്ത് വന്നു, കൂടെ വാക്കുകൾ വന്നു, അതങ്ങ് പാട്ടായതാ. ആ പാട്ടെല്ലാം ഇന്ന് ലോകത്തിൽ മിക്ക സ്ഥലങ്ങളിലും എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെ എല്ലാം പാടുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ പ്രേമഗീതമായി എൻ യേശു നാഥ, തുല്യം ചൊല്ലാൻ മറ്റാരും ഇല്ലേ, അങ്ങനെയുള്ള പാട്ടുകൾ, അതുപോലെ പല പാട്ടുകളും അങ്ങനത്തെ ഒരു ആരാധനയുടെ അനുഭവത്തിൽ ആത്മാവിൽ നിന്നും വന്നതാ. അതിന് വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട് അതെല്ലാവരും പാടുന്നത്? അത് രൂപം കൊണ്ടത് എവിടെ നിന്ന് അറിയാമോ? ആത്മാവില. മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും, എൻ പ്രിയൻ വലങ്കാരത്തിൽ പിടിച്ചെന്നെ. അത് എൻ്റെ ഒരു കസിൻ എഴുതിയ പാട്ടാ. അത് ജീവിതത്തിൽ ചില പ്രത്യേക അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിഭാഷകളിൽ പാടാൻ തുടങ്ങി. അത് ക്രമേണ എന്ത് വന്നു, അതിന് വാക്കുകളൊക്കെ വന്ന് അതെഴുതി. ആ പാട്ടുകൾ ഇന്നും എന്ത് ചെയ്യാണ്? എത്രയോ നാളുകളായിട്ടും ജനം പാടുന്നൊരു കാര്യം എന്താ? അത് രൂപം കൊണ്ടത് ഒരു മനുഷ്യന്റെ ബുദ്ധിയിലല്ല, പിന്നെ എവിടുന്നാ? അവൻ്റെ ആത്മാവിൽ നിന്നും രൂപം കൊണ്ട് ട്യൂണുണ്ടായി, വാക്കുകളുണ്ടായി, അത് എഴുതപ്പെട്ട പാട്ടുകൾ ഇന്ന് എല്ലാവരും പാടുക. അല്ലാതെ ഒരു പാട്ടുകാരൻ എഴുതിയ പാട്ടുണ്ട്, രാജേഷ് തന്നെ സ്വന്തമായി എഴുതിയ പാട്ടുകളുണ്ട്. അതൊക്കെ ഒന്ന് പാടി എന്ത് ചെയ്തു? ആ വഴിക്കങ്ങ് പോയി. പിന്നെ ആരും പാടുന്നില്ല. കേട്ടോ നിങ്ങൾ, പരിശുദ്ധാത്മാവിൽ രൂപം കൊണ്ട പാട്ടുകളാണ്, എൻ്റെ ആത്മാവിൽ നിന്നും പുറത്തു വരുന്ന പാട്ടുകളാണ്. അതാണ് ഞാൻ ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. ഇനി പറയുന്നു, ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. എന്തുവാ ബുദ്ധി കൊണ്ടും ആത്മാവ് കൊണ്ടും ഉള്ള പ്രാർത്ഥനയുടെ വ്യത്യാസം? വ്യക്തമാക്കാം. എന്താ പ്രാർത്ഥനയുടെ പേര്? മനോജ് എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് കുറേയേറെ പ്രാർത്ഥന വിഷയങ്ങളുണ്ട്, പാസ്റ്റർ ദയവായിട്ട് ഓർക്കുമ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊരു 10ഓളം പ്രാർത്ഥന വിഷയങ്ങൾ എന്നോട് പറഞ്ഞു. കുടുംബ വിഷയങ്ങളും സാമ്പത്തിക വിഷയങ്ങളും ശുശ്രൂഷയുടെ കാര്യങ്ങളും കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. പാസ്റ്ററിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ മനോജ് പറഞ്ഞ ഓരോ വാക്കുകൾ അവിടെ വന്നു, എൻ്റെ ബുദ്ധിയിൽ വന്നു. ഞാനതെല്ലാം എന്ത് ചെയ്തു? ദൈവം മുമ്പാകെ പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞ ഓരോ പ്രാർത്ഥനാ വിഷയം എവിടെയുണ്ട്? എൻ്റെ ബുദ്ധിയിലുണ്ട്. എനിക്കറിയാം അദ്ദേഹത്തിന് വേണ്ടി എന്ത് പ്രാർത്ഥിക്കണമെന്ന്. അവിടെ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ എൻ്റെ ബുദ്ധിയിലുള്ള ഓരോ വാക്കുകളും ഓരോ വിഷയങ്ങളും മനോജിനു വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്താ ബ്രദറിന്റെ പേര്? അജി. ഞാൻ ഒരിക്കൽ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അജിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ അകത്ത് ഒരു പ്രേരണ തന്നു. എൻ്റെ ആത്മാവിൽ, എൻ്റെ ഹൃദയത്തിൽ ഭാരമുണ്ടായി ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിപ്പാൻ. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി എന്ത് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്താ? അദ്ദേഹം എന്നോട് ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം ഇന്ന് വരെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു ഭാരം. ബ്രദർ അജിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരു ഭാരം വരിക. പക്ഷെ എന്ത് പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ ബുദ്ധിയിൽ എനിക്ക് യാതൊരു അറിവും ഇല്ല. ഒരു പ്രാർത്ഥന വിഷയവും എൻ്റെ ബുദ്ധിയിലില്ല. അവിടെ ഞാൻ തികച്ചും ആ ആത്മാവിൽ തന്നെ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. എൻ്റെ അകത്തൊരു ഭാരം വന്നു. എൻ്റെ ബുദ്ധിയിൽ പ്രാർത്ഥിക്കാനുള്ള വാക്കുകളോ വിഷയങ്ങളോ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ആത്മാവിൽ അന്യഭാഷയിൽ തന്നെ ഞാൻ എന്ത് ചെയ്യണം? സമയം ചെലവഴിച്ച് അദ്ദേഹത്തിന് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ കുറേ കഴിയുമ്പോൾ എൻ്റെ ഭാരം എന്ത് ചെയ്യും? അങ്ങ് തീരും. അർത്ഥം എന്താ? പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ച വിഷയങ്ങൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അറിയണം, ഈ ഭൂമിയിൽ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാതെ ദൈവം ഒരു കാര്യം ചെയ്യുന്നില്ല. എന്താ കാരണം? ഇന്ന് ഭൂമിയുടെ മേൽ പ്രവർത്തിപ്പാൻ ദൈവം മനുഷ്യനാണ് അധികാരം കൊടുത്തിരിക്കുന്നത്. ഓക്കെ,
ദൈവമാണ് പരമാധികാരിയെങ്കിലും ഭൂമിയിൽ ഒരു കാര്യം പ്രവർത്തിപ്പാൻ ദൈവം അധികാരം ആർക്ക് കൊടുത്തിട്ടുണ്ട്? മനുഷ്യന്. മനുഷ്യന് ദൈവം ഒരു അധികാരം കൊടുത്ത ശേഷം അവന്റെ അനുവാദം കൂടാതെ, അവന്റെ സമ്മതം കൂടാതെ, അവൻ പറയാതെ ദൈവം എന്ത് ചെയ്യുന്നില്ല? പ്രവർത്തിക്കുന്നില്ല. വേദപുസ്തകം എടുത്താൽ അനേക ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള സന്ദേശം കാണാൻ പറ്റും. യേശുക്രിസ്തു വരിക എന്നുള്ളത് ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതി അല്ലേ? അല്ലേ? ലോകം ആരംഭിക്കും മുമ്പ് തന്നെയുള്ള ദൈവത്തിൻ്റെ മുന്നറിവാണ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കണം. പക്ഷെ പുത്രന്റെ വരവിൻ്റെ സമയത്ത് ചില വർഷങ്ങളായിട്ട് അവിടെ ചില വ്യക്തികൾ എന്ത് ചെയ്യാണ്? മശിയ വന്ന് ജനിക്കാൻ വേണ്ടി തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു ശിമ്യോനും ഒരു ഹന്നായും അങ്ങനെ ഭക്തരായ ഒരു കൂട്ടം ആൾക്കാർ മശിഹായുടെ ജനനത്തിന് വേണ്ടി എന്ത് ചെയ്യാണ്? നിരന്തരമായി പ്രാർത്ഥിക്കുക. ഇസ്രായേൽ മക്കൾക്ക് ബാബിലോണിയ അടിമത്തത്തിൽ നിന്നും അവരെ പ്രവാസത്തിന്റെ 70 വർഷം പൂർത്തീകരിക്കുമ്പോൾ ദൈവം വിടുതൽ കൊടുക്കുമെന്ന് യെരമ്യാ പ്രവാചകനിലൂടെ ദൈവം എന്താണ് എഴുതി വച്ചിട്ടുണ്ട്. ഓക്കെ, ആ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുക. എന്നാൽ ആ 70 വർഷം പൂർത്തിയാകും മുമ്പ് ദൈവം ദാനിയേലിന്റെ ഹൃദയത്തെ ഉണർത്തി. അദ്ദേഹം ആ പുസ്തകം വായിച്ച് മനസ്സിലായി ദൈവം പറഞ്ഞതുപോലെ 70 വർഷം പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ, അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി ഈ വചനപ്രകാരം ദൈവത്തോട് പക്ഷവാദം കഴിക്കാൻ തുടങ്ങി. കണ്ടോ? ഇങ്ങനെ വേണമെങ്കിൽ എത്ര ഉദാഹരണം വേണമെങ്കിലും പറയാം. ദൈവം ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് നിവർത്തിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയിലൂടെയാണ്. ആമേൻ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഭയങ്കരമായ പ്രാധാന്യമുള്ളത്. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് ഈ ഭൂമിയിൽ ഒരു കാര്യം പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ദൈവം കഴിവില്ലാത്തവനായതുകൊണ്ടല്ല, അവൻ തത്വങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്നവനായതുകൊണ്ടാണ്. തത്വം എന്താ? ഈ ഭൂമിയിൽ പ്രവർത്തിപ്പാനുള്ള അധികാരം ആർക്ക് കൊടുത്തിരിക്കുക? മനുഷ്യന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇനി മനുഷ്യൻ പറഞ്ഞിട്ടല്ലാതെ ദൈവം എന്ത് ചെയ്യത്തില്ല? പ്രവർത്തിക്കത്തില്ല. ആ ദൈവത്തിൻ്റെ തത്വമാണ്. അതുകൊണ്ട് ഏത് വിഷയം ഇവിടെ നടക്കണമെങ്കിലും ഒരു ദൈവത്തിൻ്റെ മകൻ ദൈവത്തോട് അപേക്ഷിക്കണം. അതിനാണ് പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മുടെ അകത്തുള്ളത്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവ. ഞാൻ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ ആഫ്രിക്കയിലുള്ള ഒരു മിഷണറി, അദ്ദേഹം ഒരു പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ അപകടത്തിലാണ്. ആ സമയത്ത് ഞാൻ ഇവിടെ ഇന്ത്യയിൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ക്ഷണത്തിൽ എൻ്റെ അകത്ത് ആ മിഷണറിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യും? ഭാരം തരും. എനിക്കറിയത്തില്ല ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നു. പക്ഷെ എൻ്റെ അകത്ത് എന്ത് വന്നു? ഒരു ഭാരം വന്നു. ആർക്കറിയാം വിഷയം എന്താണെന്ന്? പരിശുദ്ധാത്മാവിന് അറിയാം. അവിടെ ഞാൻ എൻ്റെ ആത്മാവിനെ കൊടുത്ത്, എൻ്റെ ഹൃദയത്തെ കൊടുത്ത്, എൻ്റെ വാക്കുകൾ തുറക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? എന്നിലൂടെ ആ ആഫ്രിക്കയിൽ അപകടത്തിൽപ്പെട്ട മിഷണറിക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രാർത്ഥിപ്പിക്കും. അതാണ് ആത്മാവിൻ്റെ പ്രാർത്ഥന. എന്ത് പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും എനിക്കറിയാതിരിക്കുമ്പോൾ എൻ്റെ അകത്തുള്ള ആത്മാവിൽ ദൈവാത്മാവ് ഇടപെട്ട് ആത്മാവിലൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ആമേൻ. അതുകൊണ്ടാണ് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പുസ്തകം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിച്ച്, നിങ്ങളുടെ ആത്മാവിനെ ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിയെ വിടുവിക്കപ്പെടാൻ ആഗ്രഹമുള്ളപ്പോൾ നിങ്ങൾ ഉണർന്നിരിക്കുന്നവരാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമല്ലേ? നിത്യതയിൽ ചെല്ലുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉപയോഗിച്ച് ദൈവം എത്ര പേരെ വിടുവിച്ചെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, നാം നിത്യതയിൽ ചെല്ലുമ്പോൾ മാത്രമേ ആത്മാവിൻ്റെ പ്രാർത്ഥനയുടെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ.
നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവം വിടുവിച്ച, ദൈവം അനുഗ്രഹിച്ച ഒരു വലിയ കൂട്ടം ആൾക്കാർ നിത്യത്തിൽ കാണും. അതുകൊണ്ട് ഏത് നേരത്തും എന്ത് ചെയ്യണം? ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ നാം നമ്മെ തന്നെ എന്ത് ചെയ്യണം? അഭ്യസിപ്പിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ, ആത്മാവിൻ്റെ സഹായത്താൽ, ദൈവാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം നാം നടത്തുന്ന പ്രാർത്ഥനകളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ അടുത്ത സെഷനിൽ നിവേദന പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. പ്രത്യേകിച്ച് പുതിയ ഉടമ്പടി പ്രകാരമുള്ള നിവേദന പ്രാർത്ഥനകളുടെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഈ കേട്ട വചനങ്ങൾ നമ്മുടെ അകത്ത് പ്രാർത്ഥനയുടെ ഒരു വലിയ ഭാരം നിറയ്ക്കുവാൻ, നിവേദന പ്രാർത്ഥനകളും പക്ഷപാത പ്രാർത്ഥനകളും സ്തോത്ര പ്രാർത്ഥനകളും അതിലുപരി ദൈവവുമായുള്ള നമ്മുടെ ശരിയായ ബന്ധം എന്ന അർത്ഥത്തിൽ വരുന്ന പ്രാർത്ഥനയെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് കൃപ ചോദിക്കാം. നാം ബുദ്ധി കൊണ്ടും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കുന്നവരാണ്. ബുദ്ധി കൊണ്ടും ആത്മാവ് കൊണ്ടും പാടുന്നവരാണ്. രണ്ടും ശ്രേഷ്ഠമാണ്. എന്നാൽ നാം അറിയാതിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ചില ആത്മാവിൻ്റെ ഭാരങ്ങൾ നൽകി നമ്മെക്കൊണ്ട് അനേകരെ വിടുവിക്കുവാൻ, അനേകമായ ദൈവിക മർമ്മങ്ങൾ ദൈവത്തോട് പറയുവാൻ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം പ്രാർത്ഥിപ്പാൻ അവൻ നമുക്ക് കൃപ നൽകുകയാണ്. കർത്താവേ, ഇന്ന് ഞങ്ങൾ തുടങ്ങി വെച്ച ഈ വിഷയത്തിന്മേൽ അവിടുത്തെ സാന്നിധ്യം പകർന്ന് വചനത്തെ ഗ്രഹിച്ച് യഥാർത്ഥ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആ പ്രാർത്ഥനയുടെ വ്യക്തമേറിയ അനുഭവങ്ങളാ ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങൾ ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാക്കി തീർക്കണമേ. ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ആയിരിക്കുമ്പോൾ അതിൻ്റെ ഒരു അഭ്യസന നൽകണമേ. ഞങ്ങൾ മടുത്തു പോകാതെ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ അധികമായി സഹായിക്കണമേ. സകല മഹത്വം പിതാവിന് യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.